താര ഡ്രസ്സൊക്കെ ഒന്നാക്കി പുഞ്ചിരിച്ച്, എല്ലാ വിവേകവുമുള്ള ഭവാൻ, ധർമാധർമ്മങ്ങൾ അറിയുന്ന ഭവാൻ അടിയങ്ങളോട് കോപിക്കരുതേ എന്ന് പറയണം. ആദ്യം കോപം ശാന്തമാക്കണേ, വിവേകമില്ലാത്ത ഞങ്ങൾ വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് മാപ്പ് തരണേ. ശരിയാണ്. ലക്ഷ്മണനോട് പറയുന്നു, സുഗ്രീവൻ മിത്രത്തിന് ചെയ്യേണ്ടുന്ന നന്ദി, മിത്രത്തിന് ചെയ്യേണ്ടുന്ന ഉപകാരം അല്പൊന്നും ഒന്ന് വിസ്മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് തരണം. ഇത്രയും കാലം ഭാര്യയെയും രാജ്യത്തെയും വിട്ടുപിരിഞ്ഞതിലുള്ള ആ ദുഃഖം കൊണ്ട് അതെല്ലാം മറന്ന് ആനന്ദത്തിൽ കുറച്ച് സുഖത്തിൽ അങ്ങനെ ആറാടിയത് കൊണ്ടാണ് അവൻ ഇത്തിരി മന്ദബുദ്ധി വന്നത്. ക്ഷമിക്കണം, അടിയങ്ങളോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ലക്ഷ്മണൻ ഒന്ന് ശാന്തനായി കഴിഞ്ഞു. പിന്നീട് ഹനുമാൻ സ്വാമി വന്നിട്ട് പറഞ്ഞു, സ്വാമിയെ കാണാൻ പോവാന്ന്. അപ്പോഴേക്കും ഇയാൾ മുഖത്തൊക്കെ നല്ല വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ട്. കാരണം ഉള്ളൊക്കെ ആകെ ഒരു ബോധമില്ലാത്തല്ലാണ്. പ്രഭു, ഞങ്ങളോടിങ്ങനെ ദേഷ്യപ്പെടരുത്, ചെറിയൊരു അമാന്തം ഞങ്ങളുടെ കയ്യിൽ വന്നു, ക്ഷമിക്കണം. എത്രയും വേഗം സൈന്യങ്ങളെയൊക്കെ തയ്യാറാക്കുന്നുണ്ട്, ഇനി അല്പം പോലും വൈകുന്നതല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ശ്രീരാമസ്വാമിയുടെ ഒരു ദൂത് പറയാൻ വേണ്ടി വന്നതാണ്. എന്താ ദൂത്? ബാലിയെ കൊന്ന അമ്പ് ഇപ്പോഴും ആവനാഴിയിൽ കിടക്കുന്നുണ്ട് എന്ന് രാമൻ പറഞ്ഞു. പിന്നെ അവിടുന്ന് ചാടി എണീറ്റില്ലേ, ഇപ്പൊ ശരിയാക്കി തരാതല്ലേ. ആകെ മാറി സുഗ്രീവന്റെ മട്ടും ഭാവമൊക്കെ. എവിടെ മഞ്ചലൊരുക്കുമെന്നു? എങ്ങോട്ടാ? ഇപ്പൊ രാമനെ പോയി കാണണം. ഉടനെ തന്നെ ഓർഡറുകൾ ഇറക്കി, 4 ദിക്കിലേക്ക് സൈന്യങ്ങൾ പോകൂ, വരാൻ പറയൂ സൈന്യങ്ങളോടൊക്കെ. ഇനി എത്രയും വേഗം സീതാന്വേഷണത്തിന് വേണ്ടി തയ്യാറാവേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് സുഗ്രീവൻ ജാഗരൂകനായി. മഞ്ചലിരുന്നു. ലക്ഷ്മണനും സുഗ്രീവനും ഇരുന്നു. കൊണ്ടുപോവുകയാണ് പ്രസ്രവണത്തിലേക്ക്, ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക്. അടുത്ത് ചെന്നതും പാദത്തിൽ വീണ്, കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു, അടിയന്റെ അപരാധം ക്ഷമിക്കണം. ഞാൻ ഇത്രയും കാലം ഭാര്യയോടും അതുപോലെ തന്നെ മദ്യത്തിനോടും ആസക്തനായി ജീവിച്ചുപോയി. അവിടുത്തെ കാര്യം മറന്നിട്ടില്ല. ഉപകാരം ഒരിക്കലും മറക്കില്ല. ഉപകാരസ്മരണ മറക്കുന്നതിനേക്കാൾ പാപം വേറെയില്ല. ഇവിടെ ചില ഭാഗങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു മിത്രത്തോട് നന്ദികേട് കാണിക്കുന്നത് വലിയൊരു പാപമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും വാക്കിൽ നിന്ന് പിന്മാറില്ല. അടിയനറിയാം, ഇത്രയും കാലം ഞാൻ ഭാര്യയെ വിട്ടിരുന്നുള്ള ദുഃഖം അങ്ങും ഇത് അനുഭവിക്കുന്നുവെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എത്രയും വേഗം സീതാന്വേഷണത്തിന് വേണ്ടി സൈന്യങ്ങളെ അടിയൻ ഒരുക്കുന്നുണ്ട്, അങ്ങത് കാണണം എന്ന് പറഞ്ഞിട്ട് പട്ടാളക്കാരോട് ഒരു കോടിക്കണക്കിന് സൈന്യങ്ങളോടാണ് വരാൻ പറഞ്ഞത്. അങ്ങനെ സൈന്യങ്ങളൊക്കെ വരുത്തി. ലോകത്തിൽ ആദ്യമായിട്ടാണ് ശ്രീരാമസ്വാമിയെ പോലൊരാള് വാനരന്മാരോട് ചേർന്ന് രാക്ഷസനെ തുരത്താൻ പോകുന്നത്. മനുഷ്യൻ കൊരങ്ങന്മാരോടുകൂടി ചേർന്ന് രാക്ഷസനെ ഒതുക്കുന്നു. മൃഗങ്ങളുടെ വികാരത്തെ മനുഷ്യന്റെ വിചാരത്തിലേക്ക് ഉയർത്തിയ ആളാണ് ആര്? ശ്രീരാമസ്വാമി. പൊതുവെ മൃഗങ്ങളൊക്കെ ചാബല്യമുള്ളവരാണ്. ആ ചാബല്യമുള്ള മൃഗങ്ങളെയൊക്കെ രാവണവധം കഴിഞ്ഞ് സീതയെ വീണ്ടെടുക്കണം, രാമനിലേക്ക് ചേർക്കണം എന്ന വിചാരത്തിലേക്ക് രാമൻ ഉയർത്തി എന്നുള്ളതാണ്. ഈ സന്ദർഭത്തിലുണ്ടല്ലോ ശ്രീരാമസ്വാമിയിൽ നിന്ന് ചിലതൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. ഒന്ന്, ശ്രീരാമസ്വാമി നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ മാനേജ്മെന്റ് ഭാഷയിൽ പറഞ്ഞ ചെലവ് കുറച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തിത്തരുമെന്ന് പഠിപ്പിച്ചു തരികയാണ്. ഇന്നിപ്പോ കൂലിയൊക്കെ കൂടി വരുന്നൊരു കാലല്ലേ. ശ്രീരാമസ്വാമി പറയുന്നു, വാനരന്മാരെ കൂട്ടിയതുകൊണ്ട് എനിക്ക് 3 ലാഭം ഉണ്ടായി എന്നാണ്. എന്താണ് അത്രേ 3 ലാഭം? ഒന്ന്, അവർക്ക് ശാപ്പാട് വാങ്ങിച്ചു കൊടുക്കണ്ട, അവർ വല്ല മരത്തിന്റെ മുകളിൽ കയറിക്കോളും. രണ്ടാമത്തെ, ഡ്രസ്സും വാങ്ങിച്ചു കൊടുക്കണ്ട. മൂന്നാമത്തത്, കിടന്നുറങ്ങാൻ ഇടവും കൊടുക്കണ്ട. ചെലവ് എന്ന് പറയുന്നത് തീരല്ല, എന്താ കാര്യം നടക്കുകയും ചെയ്യും. നോക്കൂ, ഇതൊക്കെ ഇന്നത്തെ ആളുകൾ പഠിച്ചതുകൊണ്ടാണ് ഇന്ന് ആർക്കും പെർമനന്റ് ജോലി കൊടുക്കാത്തത്. പെർമനന്റ് ജോലി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെല്ലാം കൊടുക്കണം. ഇരിപ്പിടം കൊടുക്കണം, കിടപ്പടം കൊടുക്കണം, കടന്നു കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, ഭാര്യയ്ക്കും മേൽക്കും സ്റ്റൈപ്പൻഡ് കൊടുക്കണം. ഇതൊന്നും വേണ്ടല്ലോ. ടെമ്പററി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു തലവേദനയില്ല. എനിക്ക് തോന്നുന്നു രാമായണം ഇന്നത്തെ ആളുകൾ നല്ലോണം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന്. അപ്പൊ അങ്ങനെ അതല്ല ഉദ്ദേശ്യം. പിന്നെയോ തത്വം മനസ്സിലാക്കേണ്ടത്, ശ്രീരാമസ്വാമി വാനരന്മാരെ സീതാന്വേഷണത്തിന് നിയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനസ്സും കഴിവുള്ള ശക്തിയുള്ള ഒരു വാനരൻ തന്നെയാണ്. ഓരോ മനസ്സും വാനരന്മാരാണ്. അത് ശ്രീരാമസ്വാമിയോട് അടുക്കും തോറും, ശ്രീരാമസ്വാമിയോട് ചേർന്ന് പ്രവർത്തിക്കും തോറും
അതിന് ഒരു രാവണനെ വധിച്ച് സീതയെ കണ്ടുപിടിച്ച് രാമനിലേക്ക് എത്തിക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സിലെ 100 കോടി ദുർബല വികാരങ്ങളെ ആയിരിക്കണം ഈ വാനരന്മാരായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. അവരൊക്കെ രാമനോട് കൂടി ചേരും തീറും ദുർബല വികാരങ്ങളിൽ നിന്നും ശ്രേഷ്ഠമായ വിചാരത്തിലേക്ക് ആ മനസ്സിനെ മാറ്റിയെടുക്കാൻ രാമന് സാധിച്ചു എന്നർത്ഥം നമ്മൾ കണ്ടെത്തണം. ഇങ്ങനെ ശ്രീരാമസ്വാമി വാനരന്മാരെയൊക്കെ കൊണ്ടുവന്നു. സുഗ്രീവനോട് പറഞ്ഞു, സീതാന്വേഷണത്തിന് ആരംഭം കുറിക്കൂ, ഇതാ മുഹൂർത്തം പാകമായി, ധന്യമായൊരു മുഹൂർത്തമാണെന്ന്. ശ്രീരാമസ്വാമിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് സുഗ്രീവൻ സൈന്യത്തെ 4ആയി വിഭജിച്ചു. ഒന്ന് തെക്കോട്ട്, ഒന്ന് വടക്കോട്ട്, ഒന്ന് കിഴക്കോട്ട്, ഒന്ന് പടിഞ്ഞാട്ട്. പ്രധാനപ്പെട്ട ജാബാലി, അതുപോലെ തന്നെ പ്രധാനികളായിട്ടുള്ള ജാംബവാൻ, തെക്കോട്ട് പോകുന്നതിൽ ജാംബവാൻ, സുഷേണൻ, ഹനുമാനസ്വാമി, അങ്കദൻ തുടങ്ങിയിട്ടുള്ളവര്, പിന്നെ ഒരാളെ സുഷേഷൻ, വേറൊരാള് വേറൊരു ദിക്കിലേക്ക്, ഇവരൊക്കെ ഓരോരോ ദിക്കിലേക്ക് വെച്ചു. എന്നിട്ട് ഇവർക്ക് കൽപ്പന കൊടുത്തു. എന്താ കൽപ്പന? 30 ദിവസത്തിനകം സീതാദേവിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിച്ചിട്ടില്ല എങ്കിൽ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല എന്നങ്ങോട്ട് ഓർമ്മിപ്പിച്ചേക്കാം. ഇതാണ് ശാസനം. ആരെങ്കിലും സീതാദേവിയെക്കുറിച്ച് പ്രത്യേകം അന്വേഷിച്ച് കണ്ടുപിടിച്ചു വരികയാണെങ്കിൽ പ്രത്യേകം സമ്മാനങ്ങളും അവർക്ക് തരുന്നതാണ്. ചിലരപ്പോഴേ മാറ്റി നോക്കാൻ തുടങ്ങി, ഇവിടെ ഉണ്ടോ എന്ന്. അങ്ങനെ സീതാന്വേഷണത്തിന് ഒരു നിശ്ചയ ഒരു ടൈം വെച്ചു കൊടുത്തു എന്നാണ്. ഇതും വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ പ്രയോഗങ്ങളുണ്ടല്ലോ രാമായണത്തിൽ അർത്ഥത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. 1 മാസത്തിന്റെ അകം സീതാദേവിയെ കണ്ടെത്തണം എന്ന് പറയുമ്പോൾ ഇന്നുണ്ടല്ലോ ഈ അന്വേഷണ കമ്മീഷനൊക്കെ ഇത്ര മാസത്തിനുള്ളിൽ തീർക്കണം, ഇത്ര മാസത്തിനുള്ളിൽ തീർക്കണം എന്ന്. ഇതുപോലെയാണ് നമുക്ക് അനുഷ്ഠാനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് 7 ദിവസത്തിനുള്ളിൽ ഭാഗവതം വായിക്കണം. ഈ അനുഷ്ഠാനങ്ങൾ വരുംതോറും മനസ്സ് സംസ്കാരമുള്ളതായിത്തീരും. അപ്പൊ നമ്മളൊരു നിശ്ചയം വെക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇത്ര ദിവസം കൊണ്ട് ഞാൻ സുന്ദരകാന്ഡം വായിക്കും, ഇത്ര ദിവസം കൊണ്ട് ഞാൻ രാമായണം വായിക്കും, ഇത്ര ദിവസം കൊണ്ട്. ഗാന്ധിജി ഗീതയ്ക്ക് തന്നെ ഒരു അനുഷ്ഠാനം വെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഇത്ര അധ്യായം വായിക്കണം, ചൊവ്വാഴ്ച ഇത്ര അധ്യായം വായിക്കണം, ബുധനാഴ്ച ഇത്ര അധ്യായം വായിക്കണം, വ്യാഴാഴ്ച ഇത്ര അധ്യായം വായിക്കണം. ചില അനുഷ്ഠാനങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ മനസ്സ് കുറെയൊക്കെ കൾച്ചേർഡായിത്തീരും, സംസ്കാരമുള്ളതായിത്തീരും. അതിനായിരിക്കാം ശ്രീരാമസ്വാമിയുടെ മുന്നിൽ വെച്ച് സമയം കൊടുത്തത് വാനരന്മാർക്ക്. 1 മാസത്തിന്റെ ഉള്ളിൽ അന്വേഷിച്ചു വരണം. എല്ലാം ഒരു നോക്കൂ, ചിട്ടയോടുകൂടി നടക്കണമെങ്കിലല്ലോ ഒരു സമയബന്ധിതമാവണം കാര്യപ്രവൃത്തികളൊക്കെ. ഒരു സമയത്തിന്റെ ഉള്ളിലാകുമ്പോൾ എളുപ്പമാണത് കാര്യങ്ങൾ എന്ന് പറയാം. അങ്ങനെ ഓരോരുത്തരെയും നിശ്ചയിച്ചപ്പോ ശ്രീരാമസ്വാമി പ്രേമത്തോടെ സ്നേഹത്തോടെ തന്റെ അരികിലേക്ക് വിളിച്ചു ഹനുമാൻ സ്വാമി. എന്നിട്ട് ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഈ കാര്യത്തിൽ എന്നെ കൂടുതൽ സഹായിക്കാൻ അങ്ങയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭഗവാൻ പ്രത്യേകം ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സീതാന്വേഷണത്തിന് വേണ്ടി അങ്കുലീയം കയ്യിലിരിക്കട്ടെ. സീതയെ കണ്ടെത്തുകയാണെങ്കിൽ സീതയാണെന്ന് ഉറപ്പുവരുത്താൻ ഒരു അടയാള വാക്യവും പറഞ്ഞു കൊടുത്തു. ഹനുമാൻ സ്വാമി, അവിടുന്ന് വേണം ഈ കാര്യത്തിൽ എന്നെ സഹായിക്കാൻ. ആ നിമിഷം മുതൽ അങ്കുലീയവും വാങ്ങിച്ചു, അടയാളവും വാങ്ങിച്ചപ്പോ തന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി. ഇനി തന്റെ നിയോഗം എന്ന് പറയുന്നത് സീതാദേവിയെ കണ്ടെത്തി വിവരം രാമനെ അറിയിക്കലാണ്. പാതാരവിന്ദത്തിൽ വീണു. സ്വാമിയുടെ ഒരു കാരുണ്യം. എത്രയോ കോടിക്കണക്കിന് വാനരന്മാരുണ്ട്, അതിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഹനുമാനെ മാത്രമാണ്. ആരാണ് ഈ ഹനുമാൻ? കേസരിയുടെയും അഞ്ജനിയുടെയും പുത്രനായിട്ടാണ് പറയുന്നത്. പണ്ട് പുലസ്തലി എന്ന് പറയുന്ന ബ്രഹ്മാവിന്റെ കൊട്ടാരത്തിൽ ഒരു അപ്സരസ്സായിരുന്നു അവള് ശാപഗ്രസ്തയായി തീർന്നതാണത്രേ അഞ്ജനി, വാനര ഭാര്യയായി തീർന്നത്. അങ്ങനെ അവളിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം അവൾ മനുഷ്യന്റെ വേഷം കിട്ടിയെന്നാണ്. ആ ഒരു സൗന്ദര്യ ഭാവത്തെ കണ്ടപ്പോ വായുദേവൻ വന്ന് ആലിംഗനം ചെയ്തു. ആലിംഗനം ചെയ്ത സമയത്ത് വായുദേവന്റെ ബീജം അവളുടെ ഗർഭപാത്രത്തിലേക്ക് വീണു എന്നും അങ്ങനെയാണ് വായുപുത്രനായി ആ കുട്ടി വന്നതെന്നുള്ള പല കഥകളുണ്ട്. പലരും പല രീതിയിലാണ് ഈ കഥ അവതരിപ്പിക്കുന്നത് ഹനുമാൻ സ്വാമിയുടെ ജന്മത്തിന്റെ പിന്നില്. ഏതായാലും വായുപുത്രൻ ആയിത്തീർന്നു ഹനുമാൻ സ്വാമി.
പ്രസവിച്ച ഉടനെ തന്നെ സൂര്യദേവനെ കണ്ട് കഴിക്കാനുള്ള ഒരു പഴമാണെന്ന് കരുതി 500 യോജന ചാടുന്ന സമയത്ത് സൂര്യന്റെ താപമേറ്റ് കുട്ടി മരിക്കൂ എന്ന് കരുതി ഉടനെ തന്നെ ഇന്ദ്രൻ തന്റെ വജ്രായുധം കൊണ്ട് ഹനുവിൽ ഒന്ന് തട്ടിയെന്നാണ്. അങ്ങനെ താഴേക്ക് വീണപ്പോ തന്റെ പുത്രന് വല്ല അപകടവും പറ്റുമോ എന്ന് കരുതി വായുദേവൻ സശ്രദ്ധം ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് കുട്ടിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി വായുദേവൻ പോയി. ഭൂമിയിൽ വായുവില്ലാതെ വന്നു. വായുചലനം നിന്നപ്പോൾ ദേവന്മാരെല്ലാം വായുവിന്റെ അടുത്തെത്തി. ബ്രഹ്മാവിനോട് പറഞ്ഞു, ബ്രഹ്മാവേ, ഭൂമിയിലുള്ള സകലതും നശിക്കും. ഉടനെ വായുദേവനോട് പറഞ്ഞു, വീണ്ടും വീണ്ടും വീശണമെന്ന്. വായുദേവൻ പറഞ്ഞു, എന്റെ കുട്ടിയെ നിങ്ങൾ ഉപദ്രവിച്ചിട്ടല്ലേ, എന്റെ കുട്ടിക്ക് നിങ്ങൾ ആയുസ് കൊടുക്കുകയാണെങ്കിൽ, അവനെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വരാമെന്ന്. അങ്ങനെ ഓരോരുത്തരും ഓരോ അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. ബ്രഹ്മാവ് അനുഗ്രഹിച്ചു, ദീർഘകാലം ആയുസ് ഉണ്ടാവട്ടെ. അഗ്നിദേവൻ അനുഗ്രഹിച്ചു, അഗ്നിബാധ ഉണ്ടാവാതാവട്ടെ. അങ്ങനെ ഓരോരുത്തരും അനുഗ്രഹിച്ചപ്പോ വായുദേവൻ വീണ്ടും വീശാൻ തുടങ്ങി. പിന്നീട് സൂര്യദേവന്റെ ശിഷ്യനായി തീർന്ന് സൂര്യദേവന്റെ മുഖത്തേക്ക് നോക്കി പുറകോട്ട് നടന്ന് വേദവിദ്യകളൊക്കെ പഠിച്ചു എന്നാണ്. ഗുരുദക്ഷിണ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ പുത്രനായിരിക്കുന്ന സുഗ്രീവന് മന്ത്രിയായിട്ടിരിക്കാൻ അനുഗ്രഹിക്കണമെന്ന്. അങ്ങനെ സൂര്യദേവനോടുള്ള കടപ്പാട് കൊണ്ടാണ് അത്രേ ഹനുമാൻ സ്വാമി സുഗ്രീവന്റെ മന്ത്രിയായി തീർന്നതെന്നാണ് കഥ. ഏതായാലും ഹനുമാൻ സ്വാമിയുടെ പ്രഭാവവും ബുദ്ധിബലവും ശക്തിയും അതുപോലെ തന്നെ സാമർത്ഥ്യവും വീര്യവും മനസ്സിലാക്കിയ ശ്രീരാമസ്വാമി സീതാന്വേഷണത്തിന് വേണ്ടി അങ്കുലീയം കൊടുത്തു. ഒരു കാര്യത്തിന്റെ വിജയത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് എന്ത്? അങ്കുലീയം. ആ കാലഘട്ടം മുതൽക്കായിരിക്കാം ഭാരതത്തില് ഈ കല്യാണ എൻഗേജ്മെന്റിന് റിംഗ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഒരു വിജയത്തിലേക്ക് കാര്യം നടക്കാൻ പോകുന്നതിന് മുമ്പ് ആദ്യം കൊടുക്കുക റിംഗ് എക്സ്ചേഞ്ച് ആണ്. ഇതാദ്യം ചെയ്തത് ഹനുമാൻ സ്വാമിക്ക് വേണ്ടി ശ്രീരാമസ്വാമിയാണ്. കാര്യവിജയത്തിന്റെ മുമ്പിലായിട്ട് കൊടുക്കുന്ന, ഇത് വിജയിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു കൊടുക്കുന്ന ഒരു സാധനം. അപ്പൊ ആ മോതിരത്തിന്റെ പ്രത്യേകത അതാണ്. ഇന്നിപ്പോ അതിന്റെ ഒന്നും അർത്ഥം ആർക്കും അറിയില്ല. ഇത് കല്യാണത്തിന് മുമ്പ് കിട്ടിയ 2 പവന്റെ ഒരു സാധനം അല്ലെങ്കിൽ 1 പവന്റെ ഒരു സാധനം ആദ്യം ചോദിക്കുന്നത് എത്ര പവനാണെന്ന് ചോദിക്കും. അപ്പൊ ഒരാളുടെ വില നിശ്ചയിക്കുന്നത് അയാൾ തരുന്ന ഗോൾഡിന്റെ തൂക്കത്തിനനുസരിച്ചിട്ടാണ്. അങ്ങനെയൊക്കെ ആയിപ്പോയി. കാലം മാറിയപ്പോ കോലവും മാറി. ഇങ്ങനെ ശ്രീരാമസ്വാമിയിൽ നിന്നും അങ്കുലീയം വാങ്ങിച്ചുകൊണ്ട് അവരങ്ങനെ യാത്ര പുറപ്പെട്ടു. ആ യാത്ര മനോഹരമായൊരു യാത്ര. ഓരോ ദിക്കിലും ഓരോരുത്തരിങ്ങനെ കുരങ്ങന്മാരല്ലേ, ചിലർ മരത്തിന്റെ മുകളിൽ കയറി നോക്കും സീതണ്ടോന്നും, ചിലർ കിണറ്റിലിറങ്ങി നോക്കും, ചിലർ ഗുഹയിൽ തപ്പി നോക്കും. ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് ദിവസങ്ങളോളം താണ്ടി ഭയങ്കരമായ വിശപ്പും ദാഹവും കിട്ടുന്നൊക്കെടുത്ത് കഴിക്കുകയെന്ന്. അപ്പൊ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ദാഹിച്ച് വലഞ്ഞിരിക്കണം. എവിടെന്നാ കുറച്ച് കുടിക്കാൻ വെള്ളം കിട്ടുകയെന്ന് നോക്കുമ്പോൾ ഒരു ഗുഹയുടെ ഭാഗത്തു നിന്നും ഒരു പക്ഷിയുടെ ചുണ്ടിൽ നിന്നും ചിറകിൽ നിന്നും വെള്ളം വീണു. ഇവിടെ വെള്ളം കിട്ടും എന്ന് കരുതി അവരൊക്കെ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നും, അതിൻ്റെ ഉള്ളിലാണെങ്കിൽ നിറയെ പഴവർഗ്ഗങ്ങളും ഒരു തടാകത്തിൽ നിറയെ വെള്ളവും, സുഭിക്ഷമായി അവരതൊക്കെ കുടിക്കും കഴിക്കും. അപ്പോഴേക്കും ഒരു സുന്ദരി അവിടെ പ്രകടമാവും. ചോദിക്കും, നിങ്ങൾ ആരാണ്? വാനരന്മാരോട് നിങ്ങൾ ആരാണ് അവരും ചോദിക്കും. പറയും, ഞാൻ പണ്ടൊരു അപ്സരസ് ഉണ്ടായിരുന്നു, ഹേമ പറഞ്ഞിട്ടൊരു അപ്സരസ് ഉണ്ടായിരുന്നു. അവളുടെ തോഴിയായിരിക്കുന്ന സ്വയംപ്രഭയാണ്. ഞാൻ അവളെ സേവിച്ച് ഇതിൻ്റെ അകത്ത് കൂടിയപ്പോ അവളെ മോഹിച്ചുകൊണ്ടൊരു അസുരൻ അവളെ കൊണ്ടുപോയെന്നും, ദേവേന്ദ്രൻ അവനെ യുദ്ധം ചെയ്തു, പിന്നെ ദേവേന്ദ്രൻ അവളെ അപ്സരസിനെ കൊണ്ടുപോയി എന്നുള്ള ആ കഥ. പന്ന് ഞാൻ അവളുടെ കൂടെ കൂടിയതുകൊണ്ട് ഈ ഒരു ഗുഹയെ മയൻ എന്ന് പറയുന്ന ശില്പി ഉണ്ടാക്കി കൊടുത്തതാണ്, അസുരൻ ഉണ്ടാക്കി കൊടുത്തതാണ്. പന്ന് ദേവേന്ദ്രൻ പറഞ്ഞു എന്നോട്, നീ ഒരു കാര്യം ചെയ്യൂ, ശ്രീതാന്വേഷണത്തിന് വേണ്ടി വാനരന്മാർ ഈ ഗുഹയിൽ വന്നാൽ അന്ന് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്ന സമയത്ത് നിനക്ക് ഇവിടെ നിന്നും മുക്തി കിട്ടുന്നു. ഇത് മനസ്സിലാക്കിയപ്പോ ഞാൻ അന്ന് മുതൽ ആ ശ്രീരാമസ്വാമിയുടെ സീതാന്വേഷണത്തിന് വേണ്ടി പോകുന്ന വാനരന്മാരെയും കാത്തിരിക്കുകയാണ്. ഇന്നേതായാലും എനിക്കത് കേൾക്കാൻ സാധിച്ചു, നിങ്ങൾ സീതാന്വേഷണത്തിന് പുറപ്പെട്ടവരാണെന്ന്. ധാരാളം വെള്ളം കുടിച്ചോളൂ, ഇനി കണ്ണടച്ചോളൂ, നിങ്ങളെ ഞാൻ ഗുഹയിൽ നിന്നും പുറത്താക്കാം. അങ്ങനെ ഗുഹയിൽ നിന്നും പുറത്താക്കുകയാണ്. അവിടെ വെച്ചിട്ട് അവള് പറഞ്ഞു, ഇനി ഞാൻ ശ്രീരാമസന്നിധിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അവള് ശ്രീരാമസന്നിധിയിലേക്ക് പോകണം. അവിടെ ഒരു ഭാഗമുണ്ട്. ഈ സ്തുതികളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്തുതികളൊക്കെ ഒരേപോലെയാണ്. എത്ര കുത്രാഭിവസിക്കലും രാമനെ സ്മരിക്കണം,
രാമസ്മരണ ചെയ്യുന്നവരോട് സംഘമുണ്ടാവണം, രാമനെ സ്മരിക്കാത്തവരോട് ഒരിക്കലും സംഘമുണ്ടാവരുത്. ഈ പ്രാർത്ഥനകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതും വളരെ വളരെ ശ്രദ്ധിക്കണം. എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അറിയാത്തിടത്തോളം കാലം മറ്റ് പ്രാർത്ഥനകളാണ് പ്രാർത്ഥിക്കുക. അപ്പൊ നമുക്ക് കുട്ടിക്കാലത്തെ പറഞ്ഞു തരുന്നത് ചതുർവിധ പുരുഷാർത്ഥങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു തരേണ്ടത്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. അതിൽ നമ്മുടെ പൂർവികന്മാര് പറഞ്ഞു തരാറ് അർത്ഥവും കാമവും നമ്മൾ പ്രയത്നിക്കും തോറും, അറിവിനും കഴിവിനനുസരിച്ച് പ്രയത്നിക്കും തോറും അർത്ഥം വരും. അർത്ഥത്തിനനുസരിച്ച് നിങ്ങൾക്ക് കാമം അനുഭവിക്കാം. പക്ഷേ ഈ അർത്ഥവും കാമവും അനുഭവിക്കുമ്പോൾ ധർമ്മത്തിന്റെ മാർഗം വിട്ടുപോകരുത്. എന്താണ് ധർമ്മത്തിന്റെ മാർഗം? മോക്ഷം എന്നൊരു അനുഭൂതിയിലേക്ക് ഉയരണമെങ്കിൽ അർത്ഥകാമത്തിന് വേണ്ടി മാത്രമാവരുത് ജീവിതം. മോക്ഷത്തിലേക്ക് നമ്മൾ ഉയർത്താൻ ചില ഉന്നതമായ സംസ്കാരങ്ങൾ മനസ്സിന് ആവശ്യമുണ്ട്. അപ്പോ അവിടെ ഭ്രാതൃസ്നേഹം, ഭാര്യാസ്നേഹം, പിതാസ്നേഹം, സ്നേഹങ്ങളും ധർമ്മവും ആദരവും ഇതൊക്കെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, മനസ്സിൽ ഉത്കൃഷ്ട വികാര വിചാരങ്ങൾ വന്നാൽ ആ വികാര വിചാരങ്ങളെ കൊണ്ട് നമുക്ക് എവിടെ എത്താം? മോക്ഷത്തിലേക്ക് എത്താം. ഇതൊക്കെ കുട്ടിക്കാലത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതാണ്. അപ്പം ഈ ഒരു മാർഗത്തില് മോക്ഷത്തിലേക്ക് എത്താൻ മനസ്സിനെ എളുപ്പം സ്വാധീനിക്കുന്ന ഒന്നാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഭക്തി കൂടുന്തോറും നമ്മൾ പ്രത്യേകിച്ച് പെരുമാറ്റത്തെ ഒന്നും നേരെയാക്കണ്ട. പെരുമാറ്റമെല്ലാം നേരെ ആയിക്കൊള്ളും. ആദരവ് വരും. ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും ആദരവ് വന്നേ പറ്റുള്ളൂ. അപ്പൊ ഭക്തിയാണ് മോക്ഷത്തിലേക്ക് നയിക്കുന്നത്. ഭക്തി കൊണ്ട് തന്നെ ഈ മോക്ഷത്തിലേക്ക് പോകുന്ന വഴിക്ക് ആരോടൊക്കെ നമുക്ക് ഇടപഴകേണ്ടതുണ്ടോ ആ ഇടപഴകലൊക്കെ നേരെയായിട്ട്, ജീവിതത്തിന്റെ അനുഭവങ്ങളും നന്നായിരിക്കും. കാരണം എല്ലാ അനുഭവങ്ങളെയും നമുക്ക് ഈശ്വരപ്രസാദമായി സ്വീകരിക്കാൻ പറ്റും. അപ്പൊ അതിന് എളുപ്പമായൊരു മാർഗം ഏതാണ്? ഭക്തിയാണ് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് അവര് കൂടുതൽ ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു. ഭക്തി കൊണ്ട് മുക്തിയും കിട്ടും, ഭുക്തിയും കിട്ടും. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണേ. ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റവും ജീവിതാനുഭവങ്ങളോടുള്ള സമീപനവും, ഇത് രണ്ടും ഭക്തി കൊണ്ട് നേരെയാക്കി എടുക്കാം. അതേസമയം ഭക്തി കൊണ്ട് എവിടെ എത്തിച്ചേരാൻ പറ്റും? ക്രമേണ ക്രമേണ മുക്തിയിലേക്കും എത്താൻ പറ്റും. നമ്മൾ ഒരിക്കലും അർത്ഥത്തിലും കാമത്തിലും കുരുങ്ങിപ്പോവില്ല.